Hello everyone, we are back with another informative video about CBT. Okay, last sectionil നമ്മൾ എന്താണ് CBT എക്സാം എന്ന് പഠിച്ചു. അതായത് എന്താണ് CBT എക്സാം, എങ്ങനെ ബുക്ക് ചെയ്യാം, എത്ര സമയമാണ് എക്സാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് എങ്ങനെ എക്സാം പാസ്സാകാം അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. First strategy ആണ് നമ്മുടെ question. You know that we have a question and 4 options. Questions വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലായെങ്കിൽ മാത്രമേ കറക്റ്റായ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാക്സിമം ടൈം വായിച്ചു നോക്കുക. പറ്റുമെങ്കിൽ 3 തവണയെങ്കിലും വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫോക്കസ് ഓൺലി ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. റീഡ് ഈച്ച് വേർഡ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് യു ഷുഡ് മേക്ക് എ ഡിസിഷൻ അക്കോർഡിംഗ് ടു യുവർ സെൽഫ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് അബൌട്ട്. അതായത് എന്ത് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. എന്ത് കാര്യത്തെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതും ആ പെർട്ടിക്കുലർ ഇൻഫർമേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാ വേർഡ്സും നന്നായി വായിച്ചു നോക്കുക. അതുപോലെ സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കുക, എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരുപാട് സ്ട്രാറ്റജിക് വേർഡ്സ് കാണും. ഈ സ്ട്രാറ്റജിക് വേർഡ്സിലൂടെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. സ്ട്രാറ്റജിക് വേർഡ്സ് എന്നതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇമ്മീഡിയറ്റ്, ഫേസ്റ്റ്ലി, ഇനീഷ്യലി ഇതൊക്കെയാണ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു. അപ്പോൾ നേഴ്സിൻ്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നാകും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ നേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്താണോ ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവുന്നത് അതാവും നമ്മൾ ആൻസറായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളിപ്പോൾ സ്ട്രാറ്റജിക് വേർഡ്സ് കണ്ടു, ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതും കണ്ടു. അപ്പോൾ തന്നെ ഒന്നും വായിക്കാതെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പാടില്ല. എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കണം. റീഡ് കെയർഫുള്ളി ഓൾ ദി ആൻസേഴ്സ്. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. മുഴുവനായി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വായിച്ചിട്ട് ചിന്തിച്ച് മാത്രം ആൻസർ എഴുതുക, അല്ലെങ്കിൽ അവിടെ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഓൾവേസ് യൂസ്ഡ് ടെക്നിക്സ് ഓഫ് എലിമിനേഷൻ. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ തന്നെ ഒന്നും വായിക്കാതെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പാടില്ല. എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കണം. റീഡ് കെയർഫുള്ളി ഓൾ ദി ആൻസേഴ്സ്. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. മുഴുവനായി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വായിച്ചിട്ട് ചിന്തിച്ച് മാത്രം ആൻസർ എഴുതുക, അല്ലെങ്കിൽ അവിടെ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ഓൾവേസ് യൂസ്ഡ് ടെക്നിക്സ് ഓഫ് എലിമിനേഷൻ. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് എന്തിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതായിരിക്കില്ല ആൻസർ എന്ന്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമുക്ക് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയും 2 ഓപ്ഷൻസ് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്ത് പിന്നെയുള്ള 2ൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ യു ക്യാൻ കൺഫേം ദ ആൻസർ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും പ്രയോറിറ്റി ബേസിലാണ് കൺഫേം ചെയ്യേണ്ടത്. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സോ യു ക്യാൻ യൂസ് ഇൻ ദ ABC ടെക്നിക്. അതായത് നമ്മുടെ എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. നമ്മുടെ എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ വെച്ച് പേഷ്യൻറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അക്കോർഡിംഗ് ടു അവർ ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു. പേഷ്യൻറ്റിന് സിവിയർ ഹെഡേക്ക് ആണ്. അതിൻ്റെ കൂടെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ നേഴ്സ് ഫസ്റ്റ് ആക്ഷൻ. അതായത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്തായിരിക്കും. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ള ഒരു പേഷ്യൻറ്റിന് എയർവേയിലേക്കാകും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എയർവേ ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി റാദർ ദാൻ ഹെഡേക്ക്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് നഴ്സിംഗ് പ്രോസസ്സ്. നമുക്ക് അറിയാവുന്ന പോലെ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും കെയർ പ്ലാൻ എഴുതാറുണ്ട്. കെയർ പ്ലാൻ എഴുതുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് അസസ് ചെയ്യുക എന്നതാണ്.
നമ്മുടെ മുന്നിൽ ഹെഡേക്ക് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ പേഷ്യൻറ്റിന് സാച്ചുറേഷൻ നോക്കും. അതേപോലെ ബ്രീത്തിങ് പാറ്റേണിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഓർ ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നോക്കും. സോ ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അസസ് അല്ലെങ്കിൽ മോണിറ്റർ, ഡിറ്റർമൈൻ, ചെക്ക് ഇതൊക്കെയാണ് ആൻസർ ഓപ്ഷനിൽ വരുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് അതുതന്നെയാകും നിങ്ങളുടെ കറക്റ്റ് ആൻസർ. കീപ്പ് ഇൻ മൈൻഡ്, അസസ്മെൻറ്റ് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ നഴ്സിംഗ് പ്രോസസ്. അത് കഴിഞ്ഞാകും നമ്മളുടെ ഓരോ നഴ്സിംഗ് പ്രോസസ്സ് വരിക. നഴ്സിംഗ് പ്രോസസ്സിൻ്റെ അക്കോർഡിംഗ്ലി ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്കിൽ അസസ്മെൻ്റ് ആയിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. ABC-യുടെ ബേസിലാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്കിൽ എയർവേ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതനുസരിച്ച് നിങ്ങളുടെ ആൻസർ ഓപ്ഷനെ കൺഫേം ചെയ്യണം. നെക്സ്റ്റ് ടെക്നിക്കാണ് ലുക്ക് അലൈക്ക് ആയിട്ടുള്ള കുറച്ച് ആൻസേഴ്സ് ഉണ്ടാവും. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഒരു ഓപ്ഷൻ മിക്കപ്പോഴും ഇതുമായി ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. 2 എണ്ണം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. മീനിങ് വൈസ് സിമിലർ ആകും, ഒരേ മീനിങ് ആകാം, ബട്ട് ഡിഫറെൻറ്റ് വേയിലാകും പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം നമ്മുടെ ആൻസർ ഓപ്ഷനിലാകും. സോ നമുക്കിപ്പോൾ ലുക്ക് അലൈക്ക് ആയിട്ട്, അതായത് ഒരേ മീനിങ് വരുന്ന ആൻസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരിക്കലും ശരിയായ ആൻസർ ആകില്ല. പിന്നെയുള്ള ആൻസർ ഓപ്ഷനിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് ആകും. നെക്സ്റ്റ് ആൻസർ ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷനാണ്. ഇങ്ങനെ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നെക്സ്റ്റ് ടെക്നിക് എലിമിനേറ്റ് ദ ആൻസർ ഓപ്ഷൻ വിച്ച് കണ്ടെയ്ൻ ക്ലോസ്ഡ് എൻഡഡ് വേർഡ്സ്. സോ ഐ ഗിവ് എക്സാമ്പിൾ ഓഫ് ക്ലോസ്ഡ് എൻഡഡ് വേർഡ്സ്. There are all, always, every, must, none, never and only. ആൻസർ ഓപ്ഷനിൽ ഈ പറഞ്ഞ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ക്ലോസ്ഡ് എൻഡഡ് വേർഡ്സ് വരുന്ന ആൻസർ ഓപ്ഷനിൽ ഒരിക്കലും റൈറ്റ് ആൻസേഴ്സ് ആവില്ല. നെക്സ്റ്റ് ടെക്നിക്കാണ് ലുക്ക് ഫോർ ആൻ അംബ്രല്ല ഓപ്ഷൻ. അംബ്രല്ല ഓപ്ഷൻ എന്നാൽ അത് ഒരു ബ്രോഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻ്റ് ആവും. സോ ഈ അംബ്രല്ല ഓപ്ഷനിൽ ബാക്കി തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ലൈക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നാൽ ഒരു യൂണിവേഴ്സൽ ടേം ആണ്. അതിനുള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് യൂസ് ഓഫ് മാസ്ക്, യൂസ് ഓഫ് PPE, യൂസ് ഓഫ് ഹാൻഡ് വാഷിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, എല്ലാത്തിനും കൂടെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ചിലപ്പോൾ യൂസ് ഓഫ് മാസ്ക് കാണും, അല്ലെങ്കിൽ ഗ്ലൗസ് കാണും. അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നുകൂടെയാണ്. ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വരുന്ന 3 കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ കൂടെ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എല്ലാത്തിനും കൂടെ ചേർത്ത് കമ്പൈൻഡ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആകും നമ്മുടെ ആൻസർ. ഇതാണ് അംബ്രല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നതാണ് ഡെലിഗേറ്റിംഗ് ആൻഡ് മേക്കിംഗ് അസൈൻമെൻറ്റ്. അതിൽ വരുന്നത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നഴ്സസ്, അതായത് ബാൻഡ് 4, ബാൻഡ് 5-ൽ വരുന്ന നേഴ്സുമാരുണ്ടല്ലോ. നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സസ് ഉണ്ട്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ് ഉണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ടൈപ്സ് നേഴ്സസ്മാരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് ആളുകൾക്ക് ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ സാധിക്കും, ചിലർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് പ്രാക്ടിക്കൽ നേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും.
പക്ഷേ ഒരു അസിസ്റ്റന്റ് നഴ്സിന് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും രജിസ്റ്റേർഡ് നഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായി അറിഞ്ഞിരിക്കണം. പക്ഷേ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സിന് നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കും. അതായത് ഡ്രസ്സിംഗ്, കത്തട്രൈസേഷൻ, വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുക. സോ അസിസ്റ്റന്റ് നഴ്സിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. പക്ഷേ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് ഗ്രൂമിങ്ങിൽ അസിസ്റ്റ് ചെയ്യാം, മൊബിലിറ്റിയിൽ അസിസ്റ്റ് ചെയ്യാം, വൂണ്ട് ഡ്രസ് ചെയ്യാം, കത്തട്രൈസേഷൻ ചെയ്യാൻ സാധിക്കും. കോമൺ ആയി പറഞ്ഞാൽ ഈ രണ്ടു പേരും, അതായത് പ്രാക്ടിക്കൽ നഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും നഴ്സിംഗ് അസിസ്റ്റൻ്റ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതിനൊപ്പം തന്നെ IV ഇഞ്ചക്ഷൻ നൽകാൻ സാധിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് IV കാനുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രസ്സിങ് ചെയ്യണം. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് നേഴ്സിനാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഈ പർട്ടിക്കുലർ കാര്യം അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻസ് നന്നായി അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ അടുത്ത് ഡ്രസ്സിങ് ചെയ്യാൻ വരുന്ന പേഷ്യൻറ്റിനെ ആർക്കാണ് രജിസ്റ്റേർഡ് നേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ എപ്പോഴും ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് എന്നായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി എപ്പോഴും ഫാർമക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ നമ്മൾ ഡ്രഗ് കാൽക്കുലേഷൻ, അതിൻ്റെ ഫോർമുലാസ് എന്നിവയെല്ലാം അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളത് മാനുവലി ചെയ്ത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനുവലി കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസേഴ്സിൽ എത്തുക എന്നുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആവും. ഒരു 6 to 8 ക്വസ്റ്റ്യൻസ് ആകും ഇതിൽ ഉള്ളത്. ഫോർമുലയും കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസേഴ്സ് കിട്ടും. അതുപോലെ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു.